ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലൊന്നുമല്ല കേട്ടോ, വിളവെടുപ്പുണ്ട്, പൂക്കളെ കാണിക്കലൊന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുവാവനെ കാണാൻ പോവുക. എനിക്കൊരു കുഞ്ഞുവാവ ഉണ്ടല്ലോ, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത്. അതിൽ രണ്ടാമത്തെ മോന് ഇപ്പോൾ ഒരു മോനുണ്ടായിട്ടുണ്ട്, അതും ആൺകുട്ടി തന്നെയാണ്. അപ്പം അങ്ങനെ എനിക്ക് 3 ആൺകുട്ടികളാണ് ഉള്ളത്. ഞാൻ ഇപ്പം എല്ലാവരോടും പറയും എനിക്ക് 3 ആൺകുട്ടികളാണെന്നുള്ളതാണ്. അപ്പം ഞാൻ കുഞ്ഞുവാവനൊന്ന് കാണാൻ പോവുക. നമ്മൾ പിന്നെ മക്കൾക്ക് കുട്ടികളുണ്ടായി നമുക്ക് കാണാതെക്കാൻ കഴിയില്ല അല്ലേ. എന്തോ ഒരു കാണണം തന്നെ അങ്ങ് തോന്നുക, കണ്ണിലൊതിക്കും. വീഡിയോ ഒക്കെ അങ്ങനെ വിട്ടു തരൂ, പക്ഷെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ഞാൻ പണിക്കിറങ്ങുക. അത്രക്കും അതിൽ അങ്ങോട്ട് ലയിച്ച് പോയി, കുട്ടീനെ കാണിയിട്ട് വല്ലാത്തൊരടങ്ങറ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുവാവനെ കാണാൻ പോകുമ്പോൾ കുഞ്ഞുവാവൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ വിളവെടുക്കുക. വിഷരഹിത പച്ചക്കറിയാണല്ലോ എൻ്റെ അടുത്തുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും കുഞ്ഞുവാവ എങ്ങനെ തിന്നോന്നുള്ളത്. അപ്പം കുഞ്ഞുവാവ തിന്നില്ല, കുഞ്ഞുവാവക്ക് പാലിലൂടെ കിട്ടുമല്ലോ. അപ്പോൾ മോക്ക്, എൻ്റെ മോൻ്റെ ഭാര്യയ്ക്ക് മരുമോക്ക്, ഞാൻ മോളെന്നാണ് പറയൽ. അപ്പോൾ മോക്ക് വേണ്ടിയിട്ട് കുറേ പച്ചക്കറി വിളവെടുക്കുക. പോകുന്നതിൻ്റെ മുമ്പേ വരി, നമുക്കൊക്കെ ഒന്ന് വിളവെടുപ്പ് കാണാമല്ലോ. അങ്ങനെ ഫസ്റ്റ് തന്നെ വിളവെടുക്കുന്നത് എന്താ അറിയോ, പിന്നെ മുരിങ്ങ ഇല എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് പാലൊക്കെ ഉണ്ടാവാൻ ബെസ്റ്റാണ്. ഇത് വൈറ്റമിൻ്റെ ഒരു കലവറയാണ്. പ്രസവിച്ച് കിടക്കുന്നവർ മാത്രമല്ല, എല്ലാവരും. അങ്ങനെ എൻ്റെ കുഞ്ഞുവാവക്ക് കിട്ടിക്കോളുമല്ലോ ഞങ്ങളില്ലേ ഇവിടെയൊക്കെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് പുരൻ്റെ ബാക്കിൽ വന്ന്, അല്ലെങ്കിൽ ഇന്ന് വരിയൊന്നുമില്ല. അങ്ങനെ ഞാൻ വിളവെടുക്കാൻ വന്നപ്പോൾ പഠിച്ചവൻ എന്നെ ഉന്തി ഇവിടെ കൊണ്ടുപോകുന്ന ആക്കിയ പോലെ. ഞാൻ നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം നോക്കി ഇതാ അരിക്കുമിൽ പഠിച്ചോനെ. ഇത് ഞങ്ങൾ കാണുന്നല്ലേ, ഇനി ചീഞ്ഞിട്ടേ കാണുള്ളൂ കേട്ടോ. ഓരോരോ നമ്മളെ പറമ്പിൽ നമ്മൾ കാണാണ്ടായി പോയിനു. എന്താ ചിരട്ടൻ്റെ ഉള്ളിൽ വരെ നിറഞ്ഞ്. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടത് ഇത് ഉണ്ടെങ്കിൽ തേങ്ങ അരച്ചിങ്ങ് കറി ഉണ്ടാക്കിയാലുണ്ടല്ലോ, പത്തിരിയും ദോശയൊക്കെ സൂപ്പറാ, ചോറിനും അടിപൊളിയാണ്. കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ കുമില് കിട്ടിയത് കണ്ടോ, അരിക്കുമില് കണ്ടോ, എൻ്റെ കറിവേപ്പില അടിപൊളി. അടുത്തത് ചീരച്ചേമ്പിൻ്റെ വലിപ്പം നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വിചാരം ഇതെന്താണെന്നറിയോ, ഇത് ചേമ്പാണെന്ന്. അതാ ചേമ്പൊന്നുമല്ല, ഇത് ചീരവർഗത്തിലെ രാജാവാണ് ചീരച്ചേമ്പ്. ഭയങ്കര ടേസ്റ്റാണ്, തോരനും ഉണ്ടാക്കാം, ഇളക്കിയും വെക്കാം. പിന്നെ ഒരു സംശയം എല്ലാവർക്കും, ചൊറിയൂരട്ടോ. ചൊറിയില്ലാന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇത്. അടുത്തത് നിത്യവഴുതന കാണാത്തവർ കുറേ പേരുണ്ട് കേട്ടോ. എന്താ നിത്യവഴുതന അടുത്തുനിന്ന് കാണിച്ചു തരാം. നിത്യവഴുതന ഇത് കേട്ടോ. ഇത് പലരും വിചാരം, ഇവിടെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പറയും, അവരെല്ലാവരും വിചാരം വഴുതിന പോലെ നീളുക. അവരെ പറയാനല്ല, ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു പണ്ട്. പിന്നെ ഞാനിത് നഴ്സറിയിൽ പോയി നിത്യവഴുതനൻ്റെ വിത്ത് കിട്ടി മുളപ്പിച്ചുണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു. ഇത് മൂക്കാൻ പറ്റൂല, മൂത്ത ഒന്നിനും പറ്റൂല, വലിച്ചങ്ങറി തന്നെ പറ്റുള്ളൂ. അല്ല ഇതിന് പറ്റും, വിത്തിന് പറ്റും. ഇതാ കണ്ടോ, ഇതൊക്കെ നോക്ക്, ഇതിലൊക്കെ നിത്യവഴുതന. ഇത് ഞാൻ കുറേ വിത്തങ്ങ് ഉണ്ടാക്കല. എത്രയോ ആൾ എന്നെ കാണാൻ വരുന്നവരൊക്കെ ആദ്യം ചോദിക്കുക നിത്യവഴുതനൻ്റെ വിത്തും ചീരച്ചേമ്പിനെ തയ്യുക. അങ്ങനെ വിളവെടുത്തു ഇതാ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെ അങ്ങോട്ട് കുനിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടോ. എല്ലാം ഇത് മൂത്തതാ. ഞാൻ മൂത്തതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ ഒറ്റ കയ്യോണ്ടാ. ഇതാണ് സംഭവം. ഇതാ കണ്ടോ, ഇത് 4 ഒറ്റ ഒന്നിൽ 4 വിത്ത് ഉണ്ടാവും. ഈ 4 വിത്ത് അടിപൊളിയാണ്, നല്ല ആരോഗ്യമുള്ള വിത്താണ്. ഇതങ്ങ് നട്ടാലുണ്ടല്ലോ ദിവസവും ഇതിനേക്കാൾ കൂടുതൽ വെള്ളം എടുക്കുക. അപ്പം നിർത്തിയതാണ്, അത് മതി, എല്ലാം കൂടെ വാടിപ്പോവല്ലോ. ഇത് കണ്ടോ, എൻ്റെ കാന്താരി ഉണ്ടല്ലോ. നമ്മൾക്ക് ഈ നടിയിൽ ഭ്രാന്തുണ്ടല്ലോ, ചെടി ഭ്രാന്തുള്ളവർ ഇങ്ങനെ നട്ടിട്ട് എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഇതൊന്നും പറിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മുളകുണ്ടായത് എത്രയാ ഉണ്ടായത്. എനിക്ക് അതിനേക്കാൾ രസം എൻ്റെ ഈ മുളകിൻ്റെ വണ്ണ നോക്ക്, ഇതിൻ്റെയൊക്കെ ഒരു വണ്ണം നോക്ക്. എന്താ ചക്കമടൽ കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ്, വാഴത്തട നോക്ക്,
നോക്ക് വാഴത്തട കമ്പോസ്റ്റൊക്കെ അങ്ങ് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുളക് അടിപൊളി. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കി. ഞാൻ അത് പ്രചോദനം ആയിക്കോട്ടെ വെച്ച് കാണിക്കുന്ന. ഞാൻ പച്ചക്കറി കൊണ്ടുപോകുമ്പോൾ പിന്നെ അതിൽ എരിവ് വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് മുളകും പറിക്കട്ടെ എന്ന് വിചാരിച്ചാൽ. ഞാൻ അടുത്തത് കാബേജ് നമ്മൾ വിളവെടുത്തെടുത്തെടുത്ത് ലാസ്റ്റ് തീരാനായിരുന്നത് ഇതാ. പിന്നെ പറയാനുള്ളത് എന്താണെന്നറിയോ, ഇതിപ്പോൾ കാബേജിൻ്റെ തൈ ഉണ്ടെങ്കിൽ ഈ കാബേജ് വിളവെടുത്ത് ഈ കുറ്റി അവിടെ വെച്ചാൽ തൈ നിറയെ തൈ വരും. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി അങ്ങ് നട്ടാൽ സൂപ്പറായി. ഇതൊക്കെ അങ്ങനെ നട്ടതാണ് ഞാൻ. ഒരു കാബേജ് എല്ലാം കൂടി നാശമായിപ്പോണ്ടായി വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ കാബേജിൻ്റെ കുറ്റി അവിടെ വെച്ചാൽ നിറയെ പിന്നെ ചെറിയ കാബേജ് തൈ വരുന്നു. അതിന് ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു പ്ലാവിൻ്റെ ഇലയിൽ നട്ട് കണ്ടോ നിറച്ച് വേര് വന്നിട്ട്. വേരൊന്ന് കാണുമെന്നുള്ള അറിയില്ലതാ, ചുറ്റും വേര്. ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് തെളിഞ്ഞ് നിൽക്കും. ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മാതിരി അങ്ങ് നട്ടു കൊടുത്താൽ മതി. കേട്ടോ, അത് കാബേജ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ട. ഇനി ഒറ്റൊന്നുണ്ടായാൽ മതി, പിന്നെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ഒരു പ്രചോദനം ആയിക്കോട്ടെ, ഇങ്ങനെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അടുത്തത് പച്ചച്ചീര നല്ല ടേസ്റ്റാണല്ലോ. ഇത് എപ്പോഴും പറിക്കല ചീര, എനിക്കിഷ്ടമാണ്. ഇതൊക്കെ എവിടെ നട്ടെന്നറിയോ? മീൻകൊട്ടയിൽ ഇതാ അടിയിൽ നിന്ന് ഇങ്ങനെ നട്ടു കൊടുത്താൽ മേലെ ചുവപ്പും സൈഡിലൊക്കെ പച്ചയും. ഇങ്ങനെയൊക്കെ നട്ടാൽ ഉണ്ടാവും. നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ നട്ടാൽ മതി. സ്ഥലമല്ലോ തന്നെ കുത്തിരിക്കുന്നവരുണ്ടല്ലോ, ഓൽക്കിത് ഫസ്റ്റാ ഈ നടിയിൽ. ചുവപ്പും പച്ചയും എല്ലാം കൂടി കലർന്നിട്ട് കൊടുക്കാം. ഇനി അപ്പത്തുനിന്ന് പറിക്കട്ടെ. അടുത്തത് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞാൽ ദിവസേന പൊന്നാങ്കണ്ണി കഴിക്കുന്നവർക്ക് പകൽ പോലും നക്ഷത്രത്തെ കാണുന്നു. അത്രക്കും കണ്ണിന് പവറാണ്. ഇത് ദിവസേന കഴിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ മൊബൈൽ കളിച്ചിട്ട് ഇതൊക്കെ ഓരോ പാത്രത്തിൻ്റെ സൈഡിൽ അങ്ങ് നട്ടു കൊടുത്തതാണ് ഞാൻ. ഇതിനായിട്ടൊന്നും നനക്കുന്നില്ല. ഈ മുളകിന് നനക്കുമ്പോൾ ഇതിനും കിട്ടും. ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാ. ഈ പൊന്നാങ്കണ്ണിൻ്റെ പ്രത്യേകത എന്താ അറിയോ? പിന്നെ വെയിൽ കൊള്ളുന്ന ഭാഗം ചുവന്ന കളറായിരിക്കും, വെയിൽ കിട്ടാത്ത ഭാഗം പച്ച കളറും. ഒരു തണ്ട് മതി, ഒരു തോട്ടം ഫുള്ള് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ മനസ്സ് വെച്ചാൽ. എന്താ എല്ലാം കൂടെ പറിച്ചിട്ട് നാശാക്കണ്ട വിചാരിച്ചിട്ട് പറിച്ച് ഇവിടെ എത്തി. ഇത് വേണമെങ്കിൽ നടിയും ചെയ്യാവും. കത്രിക ഉണ്ടേ സൂപ്പറായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്ത. അങ്ങനെ ഇത്ര മതിയില്ലേ, എല്ലാം കൂടി ആവണ്ട വിചാരിച്ചിട്ടാ. ഈ പൊന്നാങ്കണ്ണില്ലേ, ഇതിൻ്റെ ഇളമ്പ മൂപ്പത്ത് അതൊക്കെ അങ്ങോട്ട് എടുത്ത് അരിഞ്ഞ് നമ്മൾ തോര ഉണ്ടാക്കുക. ഇവിടെ അതിൻ്റെ ബാക്കി തണ്ടില്ലേ, ആ തണ്ട് വെള്ളത്തിൽ കുത്തിവെച്ചാൽ 3-4 ദിവസം കഴിയുമ്പോൾ ദാ ഇങ്ങനെ അങ്ങ് വരും. വേര് വന്ന് കണ്ടോ? ഇനി ഇതാ കൊണ്ടുപോയി നട. ഏത് വെയിലത്തും ഇത് ശക്തിയിലുണ്ടാവും. ഞാൻ അങ്ങനെ വെള്ളത്തിൽ കുത്തിവെച്ചിരുന്നു. ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന. ഇതിൽ നിന്ന് തന്നെ കുറേ തൈ കിട്ടും, ഇലയൊക്കെ അങ്ങ് നുള്ളിയെടുത്താൽ. അപ്പം ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അറിയാത്തത് കാണിച്ചു തന്നെ. കുറേ പച്ചക്കറി വിളവെടുത്ത് ഇതെന്തോ ഒരു ജീവി. കുറേ പച്ചക്കറി വിളവെടുത്തല്ലോ. ഇനി ഞാൻ ഉപ്പേരിക്ക് ഇത് വയലിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പിന്നെ കാറ്റടിച്ചിട്ട് വീണ് പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും, പരാജയമൊക്കെ ഉണ്ടാവുമല്ലോ. വിജയം മാത്രം നിങ്ങളെ കാണിച്ചാൽ പറ്റൂലല്ലോ. ഒരു പടല അതും കൂടി എടുക്കാൻ വിചാരിച്ചിട്ട് കുളിച്ച് മാറ്റിയൊക്കെ വരുമ്പോൾ കഞ്ഞും കായുപ്പേരി നല്ല രസമല്ലേ, തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഹുദക്ക് പിന്നെ പച്ചക്കറിയൊക്കെ ഇഷ്ടമാണ്. ഇതിനെ കുറച്ച് നമുക്ക് ഉപ്പേരിയൊക്കെ ഇത്. ഇനി അടുത്തത് പഴം. എന്താ 2 പടലെടുക്കാൻ വിചാരിച്ച്. ചീഞ്ഞുണ്ടല്ലോ 2 പടലപ്പഴവും. നല്ല മൂർച്ചുള്ള കത്തിറ്റോ, ഞാൻ വിചാരിച്ചില്ല വേഗം കിട്ടുന്നൊന്നും. അങ്ങനെ വിളവെടുപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയെല്ലാം പാക്കാക്കട്ടെ കേട്ടോ, പോവാനായി. കുഞ്ഞുവാവനെ കാണാൻ ധൃതിയായിട്ടിൻ്റെ കണ്ണിൽ നമ്മൾ ദാഹിക്കുക എന്നൊക്കെ പറയൂലേ, കാണാൻ അങ്ങനെ ആയി കിടക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കട്ടെ. എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതൊന്നും നമുക്ക് പൊതിയണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവാം. കായ്പേരിക്കുള്ളത്
പഴുത്ത് എന്നൊക്കെ നല്ല അടിപൊളി നല്ല മധുരമുള്ളതാ ഇത്. പുഴുങ്ങി തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിനെ സ്ഥലം ഉള്ളൂ തോന്നുന്നു കേട്ടോ. വേറെ ഒരു കവർ വേണ്ടി വരും തോന്നുന്നു. ഇതിൽ കൊള്ളൂരാൻ തോന്നുന്നു. കാറിലാ പോണേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോന്നോരോന്ന് പൊതിഞ്ഞ് വെക്കട്ടെ. ഇതെൻ്റെ പച്ചച്ചീരയും ചുവന്ന ചീരയും കൂടെ കൂട്ടി മിക്സാക്കിയതാണ്. അത് ഞാൻ ഇങ്ങനെ പേപ്പറിലങ്ങ് പൊതിയട്ടെ. പുതൻ്റാടേക്കിന് അത്ര ദൂരമല്ല, അടുത്താ. ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തും. ദൂരം മുഴുവനും എൻ്റെ വീട്ടിലേക്ക് മൂത്ത മോൻ കല്യാണം കഴിച്ചു കൊടുക്കുക, കോഴിക്കോട്. ഇനി ഞാൻ ചീരച്ചേമ്പുണ്ടല്ലോ, വേഗം അങ്ങോട്ടേക്ക്. ചീരച്ചേമ്പ് കറയാ, നമ്മൾ തൊടാൻ പറ്റൂല. നമ്മൾ വിചാരിക്കും അതിന് കറയൊന്നുമില്ല എന്നുള്ളത്. ഇതിങ്ങനെ കറ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ മിക്സ് ആണ്ടാ വിചാരിച്ചിട്ടൊന്ന് കെട്ടി വെച്ചിരുന്നേ. കാബേജിക്ക് പിന്നെ അങ്ങനെ തന്നെ വെക്കാം, കാബേജിക്കൊന്നും വേണ്ട. ഇനിയാണ് ബാക്കിയുള്ളത് പച്ചമുളക് ഇതിനൊക്കെ അരക്കാനേ നല്ലതാണ്. വേണ്ട വിത്തിനും വെച്ചോട്ടെ. ബുധൻ്റെ ഉമ്മ അങ്ങനെ പഴുത്തവും ഉണ്ട്. ഇനി പൊന്നാങ്കണ്ണി ഒരു അടുത്തത് മുരിങ്ങ ഇപ്പോൾ ആകെ ഒരു 5 മിനിറ്റ് ആയില്ലല്ലോ. അന്നപ്പത്തിനേക്ക് മുരിങ്ങ വാടിയേ കണ്ടോ, വാടി. ഏറ്റവും നല്ല കടലാസ് പൊതിയുന്നതാ, അങ്ങനെ കേടുമില്ല. ഇത് പിന്നെ വെട്ടിക്കളഞ്ഞോട്ടെ. ഇത് ഇനി അടുത്തത് ഏതെന്ന് പറഞ്ഞാൽ പൊന്നാങ്കണ്ണി. വെയിലിൻ്റെ ശക്തി വയനാട്ടിൽ നിങ്ങൾ വിചാരിക്കും തണുപ്പാണ്. ഇവിടുത്തെ വെയിലിൻ്റെ ശക്തി കൊണ്ട് ഇതൊക്കെ എന്തൊരു ഉഷാറുള്ളായിരുന്നു, അതെല്ലാം ഇപ്പോൾ വാടിപ്പോയി. അത് പറിച്ച് കഴിഞ്ഞില്ല, ഒരു ഭാഗത്ത് പറിച്ച് തീർന്നില്ല. ഇനി അടുത്തത് നിത്യവഴുതന. കാണാത്തവർ എത്രയോ പേരുണ്ട്. എൻ്റെ വീഡിയോ കണ്ടവർ പറയൂ നിങ്ങളെ ചീരച്ചേമ്പ്, നിങ്ങൾ നിത്യവഴുതന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനത്തെ കുറേ പേരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേരുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് കുറേ വിളവെടുത്തു. ഞാൻ എൻ്റെ കുഞ്ഞിവാവൻ്റെ അടുത്ത് പോവുക. നിങ്ങൾക്കുണ്ട് അങ്ങനെ ഈ നമുക്ക് പേരമക്കുണ്ടായ സഹിക്കാൻ കഴിയൂലല്ലേ? ഞാനിങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേന്നു കേട്ടോ. ഞാൻ മോശമായിപ്പോയി. എനിക്ക് കാണണം തന്നെ. എൻ്റെ പണിയെടുക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ നോക്കൂ. എനിക്ക് വീഡിയോ വിട്ടുന്നതിന് മോനിങ്ങനെ കളിക്കുന്നതൊക്കെ അങ്ങനെ നോക്കിക്കും. ഇനി കാറിൻ്റെ അടുത്ത് വെക്കട്ടെ കേട്ടോ. ഭയങ്കര വെയിറ്റ്, പഴമുള്ളത് കൊണ്ടാണ് അങ്ങനെ വെയിറ്റ്. ഞങ്ങളെ 5-ാം മൈലെത്തി. ഇനി മുട്ട വാങ്ങട്ടെ എന്ന് വിചാരിച്ച്. മുട്ട വേണമല്ലോ പ്രസവിച്ചെടുക്കുന്നവർക്ക്, അതല്ല മുട്ടയും പഴവും ഒക്കെ അല്ലേ രാവിലെ. പോയി നോക്കട്ടെ കടയിൽ. അങ്ങനെ മുട്ട വാങ്ങി ഞങ്ങളിനി പോവാ. ഞങ്ങൾ മാനന്തവാടി എത്തി. മാനന്തവാടി ടൗണായത്. കുറേ പേര് മാനന്തവാടി കാണാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് മാനന്തവാടി കാണിക്കുന്നത്. ഇവിടെ ഒരു മഴേൻ്റെ ഒരു ഒരുക്കം പോലൊക്കെ വരുന്നുണ്ട്. മാനന്തവാടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് തിരിയും, അങ്ങോട്ടും തിരിയും. ഇവിടെ 4 കൂടി റോഡാ. ഹോസ്പിറ്റൽ റോഡ് അങ്ങോട്ട്, മൈസൂർ റോഡ് ഇങ്ങോട്ട്, തലശ്ശേരി റോഡ്. ഞങ്ങൾ ഇനി വലത് ഭാഗത്തേക്കാണ് തിരിയുന്നത്. ഇതാണ് ഗാന്ധി പാർക്ക്. അവിടെ ഗാന്ധിജിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. കാണൂര.
ഇനി നമ്മൾ വലത് ഭാഗത്തേക്ക് അല്ലേ. ഇങ്ങനെ തലശ്ശേരി റോഡിലാണ് ഹുദൻ്റെ കുഴിനില വീട്. ഞങ്ങളെ കൂട്ടത്തിൽ എന്താ പറ കോഫി ഹൗസിലെത്തിയ താഴെ ഞങ്ങൾ ഇരുന്ന് നിൽക്കുമ്പോൾ അവിടെ വെജേ ഉള്ളൂ. മുകളിലേക്ക് കയറി നോൺ വെജ്. അതാ ഞങ്ങളെ കൂടെ ഒരാളുണ്ട്, ആങ്ങളുടെ മോനാ, നോൺ വെജേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ മുകളിലേക്ക് കയറി ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ പോവാന്ന് വിചാരിച്ചു. ബിരിയാണിയാണ്, അതും ഹാഫ് ബിരിയാണി മതി വെച്ച്. സമയം തെറ്റിയല്ലോ. അപ്പോൾ ഹാഫ് ബിരിയാണി നമ്മൾ ധാരാളം ഉണ്ടല്ലേ. മതി. ചിക്കൻ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി കയറി പോവുക കുഞ്ഞുമാവനെ കാണാൻ. ജസുട്ടാ തുറന്നോ? അതോ തുറക്കാനാകുന്നില്ല. ഓ ആണ്, അതുകൊണ്ടാ കേറട്ടെ. അങ്ങനെ കോഫി ഹൗസ് നിന്നൊക്കെ നല്ല ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പോവാൻ ഒരുങ്ങി. ഞങ്ങളെ കൂടെ ഇപ്പം പുതിയ ആളുണ്ട്. കാരണം ആങ്ങളുടെ മോന് ബാംഗ്ലൂരൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. എംടെക് കഴിഞ്ഞാണല്ലോ. അപ്പോൾ എംടെക് കഴിഞ്ഞതിന് ശേഷം ഓരോ വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മായി വിളിച്ച് വരുന്നാണ്ടാണ്. ഞങ്ങളാണെങ്കിൽ പോവാൻ ഒരുങ്ങി നിൽക്കുക. അപ്പം മോൻ്റെ വണ്ടിയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണ്. എന്നാൽ വണ്ടി എടുക്കുക, നമ്മൾ പോയി വരിക എന്ന് പറഞ്ഞു. അങ്ങനെ മോനെയും കൂട്ടി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. പിന്നെ മോനുള്ളതല്ലേ, അപ്പോൾ ഫുഡെല്ലാം കഴിക്കാൻ നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങനെ ഫുഡും കഴിച്ച് റാഹത്തായി. ഞങ്ങളിപ്പം മാനന്തവാടി ടൗണിലൂടെ കറങ്ങുക. കാരണം ഞങ്ങൾ ഹോട്ടലിൽ വൺ വേ തെറ്റിപ്പോണ്. വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ കറങ്ങി ഇങ്ങനെ പോവുക. ഇതാണ് ലെഫ്റ്റ് അടിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നഗരവനം കാണിച്ചു തരാം. അതാ ഇതാണ് നഗരവനം, മാനന്തവാടിയിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ നഗരവനം. ഈ നഗരത്തിൽ ഒരു വനം, അതിൻ്റെ ഉള്ളിൽ കയറിയാലേ അതിൻ്റെ സുഖം അറിയുള്ളൂ. നല്ല കാറ്റും തണുപ്പും എല്ലാ സൗകര്യം, പച്ചപ്പ് എന്നാണ് പറയുക. ഫുൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നഗരവന ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇനി ഞങ്ങൾ തലശ്ശേരി റോഡിലേക്ക് ഇറങ്ങി നേരെ കുഴിനിലത്തേക്ക്. അൽഹംദുലില്ലാ ഹുദൻ്റെ വീട്ടിലെത്തി. ഇനി അവിടെ കയറണം, അവിടെ കയറണം. ഈ കാർ കയറൂരത്തെ. ഇതാണ് ഹുദൻ്റെ വീട്. ഹുദ അറിയില്ല ഞങ്ങൾ വരുന്നത്, സർപ്രൈസാ. അവിടെ ഒരു മഴൻ്റെ ഒരുക്കുണ്ട്. കുറേ ചെടികൾ ഉണ്ടാവും ഇവിടെ, നല്ല ഭംഗിയുള്ള. അങ്ങനെ ഞങ്ങൾ വന്നു. മോനെ കണ്ട് ഉദനെ കണ്ട്. കുഞ്ഞു കുട്ടി, അതോട് കാണിച്ചില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കാണിക്കും നിങ്ങളെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ നഴ്സറി കണ്ടാൽ പിന്നെ അവിടെ നിൽക്കുമല്ലോ. നോക്കട്ടെ, നോക്കി ഇതൊക്കെ എന്ത് രസമാണെന്ന് ചോദിച്ചു നോക്കണം. ഇതിൻ്റെയൊക്കെ വില അതിന് വേണ്ടി വന്നതാ. നഴ്സറി നോക്കട്ടെ കേട്ടോ. മാനന്തവാടി ടൗണ് കഴിയാനായി. അതാണ് LF സ്കൂൾ കേട്ടോ. LF UP സ്കൂളാണ് കാണുന്നത്. ഇനി മാനന്തവാടി സ്റ്റാൻഡ്. വൈകുന്നേരം ഇരുട്ടാവാനായി. മോനെ കണ്ട് ഹാപ്പിയായി. രണ്ടാളും ഹുദ പ്രസവിച്ചെടുക്കുക, മോൻ കുഞ്ഞു. അതുകൊണ്ടാണ് കാണിക്കാത്ത. ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തട്ടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. മോനെ കണ്ട് ഹുദനെ കണ്ട് ഹാപ്പിയായി. വരുന്ന വഴിയിൽ ഞാൻ പിന്നെ ഒരു നഴ്സറി കയറിയതാണ്. എനിക്കില്ലാത്ത ചെടികളൊക്കെ വാങ്ങാൻ. ഇതൊരു തരം ജമന്തി, വേറൊരു കളറ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. കളറ് മാറിക്കൊണ്ട്. എന്താ വില, ഭയങ്കര വില കേട്ടോ. ഇത് ബാൾസത്ത് ഞാൻ എത്രാക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാൾസൊക്കെ ഈ ബാൾസത്തിൻ്റെ കളർ എൻ്റെ അടുത്ത് ഇല്ലേറ്റ്. ഇതിനൊക്കെ ഭയങ്കര പൈസ കൊടുത്തിന് കേട്ടോ. കളറ് കിട്ടണമെങ്കിൽ പൈസ നോക്കിയിട്ട് കാര്യമല്ല. ഓരോ കളറ് ഇനി ഞാൻ ഉണ്ടാക്കും, ഞാൻ നിറച്ചും ഉണ്ടാക്കും. ഇതൊരു കട്ടച്ചോപ്പാണ്, കട്ടച്ചോപ്പ്. ഇത് വിങ്ക, അതായത് നിത്യകല്യാണി. ഈ കളറ് അവർ പറയാം എന്നോട് നല്ല ചോപ്പ് പീസ് ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ കിട്ടിയ ഇങ്ങനത്തെ കളറ് അങ്ങനെ ഉണ്ട് കേട്ടോ. നിത്യകല്യാണിക്ക് ഒരു കളറ് മാറ്റം വരും.
അപ്പോൾ അതാ ഇത്രയും സാധനം കൊണ്ടുവന്ന് ഇനി ഞാനിതൊക്കെ ഒന്ന് മാറ്റി വലിയ പോട്ടിലാക്കി ചെറിയ പീസ് പൊട്ടിച്ച് വേറെ കവറിലാക്കി പിടിപ്പിക്കും, എല്ലാം റെഡിയാക്കും. ഞാൻ ഇതേപോലത്തെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊണ്ടുവന്ന് നട്ടത് കാണിച്ചു തരാം. ഇത് ആ ചെടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വലുതാക്കി ഇതാ കണ്ടോ, കുറേയൊക്കെ പൂവിട്ട് കഴിഞ്ഞതാ. ഇതൊക്കെ കഴിഞ്ഞ് 2ാമത് പൂവിടുന്നു. നോക്ക് ഉഷാറാകുന്നു. എൻ്റെ അടുത്ത് എത്തിയൊക്കെ ഒന്നുകൂടി വലിപ്പമായി പൂക്കളിന് കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറേ ചട്ടിയിലാക്കും. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇതും ഞാൻ വലിയയിലാക്കിയിട്ട് ഒന്ന് പരന്ന് കഴിഞ്ഞ ശേഷം ഞാൻ കട്ട് ചെയ്ത് വേറെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ എൻ്റെ ചെടി നിറച്ച് ഇത് വേറെ ഇത് ജെറേനിയ എൻ്റെ കട്ട ചോപ്പാ. അപ്പം ഞാൻ ഈ ഒരു കളറ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാ. പക്ഷെ എൻ്റെ ജെറേനിയ ഇത്ര വലിപ്പത്തിലാണ്. ഈ ജെറേനിയത്തിന് എന്താ ഇത്ര ചെറുത് ആർക്കറിയാം. ഇതാ എൻ്റെ ജെറേനിയ നല്ല വലിപ്പാട്ടോ. എൻ്റെ ജെറേനിയ എത്ര വലിപ്പമുണ്ട്. ഈ വലിപ്പമുള്ള ജെറേനിയ നോക്ക്, ഈ പൂക്കൊക്കെ നോക്ക് നല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് വേറൊരു മോഡലിലേ ആയിക്കോട്ടെ, കളറ് മാറിയേ കിട്ടിയല്ലേ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ വേറെ ഉണ്ടാക്കിക്കോളും. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.